ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാ. അങ്ങനെ ഹീറോയ്ക്ക് ജോലിയായിരുന്നു. മിയ ഓടരുത് മിയ ഓയമ്മ. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഹീറോയ് ജോലിയായി എൻജോയ് ചെയ്ത് പാട്ട് പാടി ഹീറോയ് ജോലിയായിട്ട് എവറി ദിവസമല്ല ഹീറോയ് കോളേജിൽ പുറത്തേം പഠിക്കാണ്. ജിമ്മിൻ നമ്പർ 1 CEO ആണ്, ഫേമസ് ജിയോ. ഹീറോയ്ക്ക് ജിമ്മിൻ പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ്, ഒരു ക്രഷാണ്. ജിമ്മിൻ ചെന്ന ഹീറോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല ജിമ്മിൻ സിംഗിളാണ്, ഹീറോയ്ക്ക് ഓൾറെഡി അറിയും. അതുപോലെ ടി വിയിലിരിക്കുക ജിമ്മിനിക്കോളുടെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, പേര് അതന്നെ, പേര് നമ്മൾ പിന്നെ പറഞ്ഞോളാം. അങ്ങനെ അതന്നെ ജിമ്മിനിക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ടു, അത് ഹീറോയ്ക്ക് അറിയില്ല. പാവ ജിമ്മിൻ വൺ സൈഡ് ലവ് വെച്ച് ഡേയ്സ് ഹീറോയിനെ സൈറ്റ് അടിക്കുക, ഫോളോ ചെയ്യുക, ഈ ഡേയ്സ് പോകാൻ തുടങ്ങി. ഒരു ദിവസം ജിമ്മിൻ ജോഗിങ് വരാൻ, ഹീറോയിൻ്റെ അടുത്താണ് വീട്. ജിമ്മിൻ ജോഗിങ് വരാം. അപ്പോഴാണ് അങ്ങനെ ഹീറോയിൻ ഫോളോ ചെയ്ത് വരുന്നു. ഇപ്പോൾ ഒരു ഗോൾ ഓടി വന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. ബേബി എപ്പോഴാ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞത് കേട്ടോ ഹീറോയിൻ്റെ മനസ്സ് ഒടിഞ്ഞു പോയി. എന്താ ലവ് ചെയ്യണോ? ഹീറോയി സാഡായിട്ട്, വീടെല്ലാം സാഡായിട്ട് ഹീറോയി പോകാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിൻ ആ കളികൂടെ അവന് റൊമാൻസ് ചെയ്തായിരുന്നു. പാർക്കിൽ ആരും വരുന്നില്ല. പാർക്കിൽ ഹീറോയ്ക്ക് അത് കണ്ട് സാഡായി. അങ്ങനെ കരഞ്ഞിട്ട് ഹീറോയി പോകാൻ തുടങ്ങി. ഡേയ്സ് പോകാൻ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. ഒരുപാട് ഏജ് ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്ത് ചെയ്യാറില്ലെന്ന് ഹീറോയ്ക്ക് സാഡായിരുന്നു. കുറച്ച് ഏജ് ഗ്യാപ്പാണ്. അങ്ങനെ ഹീറോയ്ക്ക് സാഡായിരുന്നു. ഹീറോയ്ക്ക് 18 വയസ്സാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഹീറോയ് സാഡായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ജിമ്മിൻ്റെ മമ്മീനേക്കും ഹീറോയിനെ അറിയും നന്നായിട്ട്. അങ്ങനെ ജിമ്മിനിക്ക് മാരേജ് ഡേറ്റ് വന്ന്, ജിമ്മിനിക്ക് ആ കുട്ടിക്ക് മാരേജ്, സോഫിയക്ക് ജിമ്മിനിക്ക് സോഫിയ എന്ന പേര്, ജിമ്മിനിക്ക് ഷോഫിയക്ക് മാരേജ് ഡേയ്സ് വന്നു. അങ്ങനെ രണ്ടുപേർക്ക് നല്ല മാരേജ് നടക്കാൻ പോകുന്നായിരുന്നു. സോഫിയാനെ കല്യാണ പെണ്ണ് വിളിച്ചോണ്ട് പോകാൻ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. ജിമ്മിൻ നല്ല സ്വീറ്റായിട്ട് സംസാരിക്കുമായിരുന്നു, ഹീറോയിന് അത്ര അറിയില്ല. പിന്നെ ഡേയ്സ് മാരേജ് വന്നു. അപ്പോൾ ജിമ്മിൻ്റെ ഗേൾ ഫ്രണ്ട് കാണുന്നില്ല, അവളും. അങ്ങനെ ജിമ്മിനാണ് മാരേജ് കാണുന്നില്ലായിരുന്നു, അവൾ വന്നു. അങ്ങനെ ജിമ്മിനിക്കും സോഫിയക്ക് മാരേജ് എടുക്കാൻ പോയിരുന്നു. സോഫിയ എന്തെല്ലാം ദില്ലുമാണ് കാട്ടിയതല്ല ജിമ്മിനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവളെ മാരേജ് കഴിക്കില്ല, ഇവൾക്ക് അവളുടെ അഫയർ ഉണ്ട്, ലവ്, ഞാൻ നോക്കുന്നു രാത്രിയാണ്, ഞാൻ ഇവിടെ മാരേജ് കഴിക്കില്ല ജിമ്മിൻ പറഞ്ഞു. ഇത് എല്ലാവർക്കും കാട്ടി അവളെ കുറിച്ച് ജിമ്മിൻ മോശമായി പറഞ്ഞു. ജിമ്മിനിക്ക് ഒന്ന് ജിമ്മിൻ പറഞ്ഞിട്ട് ആണ് ജിമ്മിൻ ടെൻഷനിൽ പോകാൻ തുടങ്ങി. ജിമ്മിൻ്റെ അമ്മ പറയാൻ തുടങ്ങി, ജിമ്മിൻ എന്താ മോം, ഏതാ ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് ഓക്കെ ആണോടാ? എന്ത് മമ്മി പറഞ്ഞ? നീ ഞാൻ മാരേജ് കഴിക്കാൻ പറ്റുള്ളൂ മോം, അവൾ കൊച്ചു കുട്ടിയാണ്, ഞാനിങ്ങനെ മമ്മി കല്യാണം കഴിക്കാൻ പറ്റൂ? പ്ലീസ് ഡാ, ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് ഹീറോയിൻ്റെ മമ്മിനോട് പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. ആ നല്ല ചെക്കനാണ്, ഞങ്ങൾക്ക് ഓക്കെയാണോ? മമ്മി അത് ഒന്നുമില്ലടാ ആൻറ്റി, അത് പ്രശ്നമില്ലടാ, അവൾ സമ്മതിക്കും, അത് ഞാൻ പറഞ്ഞത് ഓക്കെ കതിരിക്കോ? അങ്ങനെ ഹീറോയും ഞങ്ങൾ പറഞ്ഞ അവൾ കേൾക്കൂ. ഹീറോയ്ക്ക് ഡാഡിനെ കുറച്ച് ഭയങ്കര പേടിയാണ്. ഹീറോയ്ക്ക് ഡാഡ് പറഞ്ഞിട്ട് പേടിച്ച് ഓക്കെ എന്ന് മീ അക്സെപ്റ്റ് ചെയ്തു. ജിമ്മിൻ്റെ ഫ്രണ്ടിക്ക് ഷാക്കായിപ്പോയി. അതെ, ഹീറോയിൻ്റെ ചേട്ടാടാണ് ജിമ്മിൻ്റെ ഫ്രണ്ട്. ജഹൂബിക്ക് ഷോക്ക്. എന്ത് മാരേജാ? ജിമ്മിൻ പറയുന്നു, ജഹൂബ് നിൻ്റെ അനിയത്തി കൂടെ മാരേജ്? സാരല്ലടാ, നിൻ്റെ അനിയത്തി മാരേജ് കഴിച്ചോടാ, നിൻ്റെ പ്രശ്നമില്ല, സോൾവ് അവിടെ. പാവം ജഹൂബിൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇത് വേണ്ട പറഞ്ഞല്ല, അതുകൊണ്ട് ജമ്മീൻ അക്സെപ്റ്റ് ചെയ്തു. ഹീറോയ്ക്കൂടെ മാരേജ് നടന്നു. ജമ്മീനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ രണ്ടുപേർക്കും നന്നായിട്ട് മാരേജ് നടന്നു. അങ്ങനെ ഹീറോയിനെ റൂം കിടത്തുകൊണ്ട് പോയി. ഹീറോയ്ക്ക് കുറച്ച് ടെൻഷനായിരുന്നു. ജഹൂബ് പറയുന്നത്, ബേബി പറഞ്ഞേക്കുമ്മ. അങ്ങനെ ജിമ്മിൻ നല്ല ഹീറോയിനോട് പറയുന്നത്, നീ ഉറങ്ങിക്കോ. ശരി ഉറങ്ങി. അങ്ങനെ ജിമ്മിൻ ഉറങ്ങി. രണ്ടുപേരും രാവിലെ എണിച്ച് ഹീറോയിനെ കോളേജ് ഡ്രോപ്പ് ചെയ്യായിരുന്നു. ജിമ്മിൻ ഡ്രോപ്പ് ചെയ്ത് പോയി. അങ്ങനെ സോഫിയ അവിടേക്ക് വന്നു. സോഫിയ ജിമ്മിനെ പറയാൻ തുടങ്ങി. ജിമ്മിൻ അക്സെപ്റ്റ് ചെയ്തില്ല, പൊടിയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ജിമ്മിന് ഹീറോയിൻ്റെ ക്യാരക്ടറെല്ലാം ക്യൂട്ടായി ചെയ്യുന്നതെല്ലാം ജിമ്മിനിക്ക് ഹീറോയിനെ കുറച്ച് ഇഷ്ടപ്പെടാൻ തോന്നി. ജിമ്മിനിക്ക് ഒരു ഫീലിംഗ് വരാതെ, ജിമ്മിനിക്ക് ഒരു അത് തന്നെ, ജിമ്മിനിക്ക് അവൾ മേലെ ഒരു ലവ് ഒരു തോന്നിയായിരുന്നു. ഡേറ്റ് ചെയ്ത് തുടങ്ങി. അവൾ ചീറ്റ് ചെയ്തായിരുന്നു, ലവ് ഒന്നും ചെയ്തില്ലായിരുന്നു, ഡേറ്റ് ചെയ്തായിരുന്നു ജിമ്മിൻ. അത്രയാണുള്ളത്. ജിമ്മിനിക്കാണ് ഹീറോയിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി.
ജഹൂപ്പ് പറഞ്ഞതല്ലേ ജിമിൻ ഓർക്കാണ്. എടാ എൻ്റെ അനിയത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടടാ, നല്ല സ്വീറ്റ് ക്യൂട്ട് ഗേളാണ്, ഇന്നസെൻറ്റ്. അത് പറഞ്ഞിട്ട് എന്നെ നമ്പി കൂടാ ആണ് പറഞ്ഞിരുന്നു. ജഹൂപ്പ് പറഞ്ഞത് കേട്ട് ഓർമ്മയായി ജിമിൻ സ്മാജാ തുടങ്ങി. ശരി ഓക്കെ, എന്നാൽ ഹീറോയിന് അങ്ങനെ ട്രിപ്പ് പോകാൻ മന്ത് ലീവ് എടുത്തോ. എന്തിനാ ലീവ്? ശരി അങ്ങനെ ജിമിൻ എടുത്തോണ്ട് ട്രിപ്പ് പോയി. റൂമൻ റിക്വസ്റ്റ് ചെയ്തു. ജിമിൻ പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവാ. ഡ്രസ്സ് പോയി. ശരി ഓക്കെ. ഡ്രസ്സിനാണ് ഹീറോയ്ക്ക് ഷോക്ക്. ഇതിൻ്റെ ഡ്രസ്സ് എങ്ങനെയാണു? ഡ്രസ്സ് ജിമ്മിന് പോയി ഹോളോട് ഫ്രഷായിട്ട് ഡ്രസ്സ് ചെയ്ത് കുളിച്ച് ഫ്രഷായി വന്നത്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഡ്രസ്സ് ഇട്ടാണ് വന്ന്. അത് ജിമ്മിൻ ഡ്രസ്സ് വന്ന് ഗുഡ് ഷോർട്ട് ഡ്രസ്സ് ഇട്ട് വന്ന്. ഹീറോയ്ക്ക് ഡ്രസ്സ് കൊടുത്തത് ഷോക്കായി ഹീറോയി. അതെങ്ങനെയാണ് ഞാൻ ഇടുന്നതെന്ന് ഹീറോയ്ക്ക് കാണിച്ചു. ജിമ്മിൻ പറയുന്നത് വെളിയിൽ വാ. ശരി ഓക്കെ എന്ന് ഡ്രസ്സ് ഇട്ടാണ് വന്നു. ജിമ്മിൻ മേലെ കിലോ നോക്കുന്നു. ജിമ്മിൻ അടുത്ത് വരാൻ തുടങ്ങി. ദൂരെ പോകുന്നു. പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങി. അത് ബേബി പ്രപ്പോസ് ചെയ്ത് കിസ് അങ്ങനെ രണ്ടുപേർക്ക് എല്ലാം നടന്നു. ജിമ്മിൻ പറയാൻ തുടങ്ങി എനിക്കെന്നെ പിടിക്കും എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്ക്. ജിമ്മിന് പോയി വാഷ് ഓർക്കാൻ തുടങ്ങി. ഹീറോയിനെ ജിമ്മിനിക്ക് ഒരുപാട് ഇഷ്ടം. അതൊരു ഏജ് ഗ്യാപ്പുണ്ട്. ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്, അതുകൊണ്ട് എങ്ങനെ മാരേജ് കഴിക്കാൻ പറ്റൂ? അങ്ങനെ ജിമ്മിൻ ജഹൂബ് ഒരു ദിവസം കണ്ടുപിടിച്ച് കഴിഞ്ഞു. മച്ചാ നിനക്ക് എൻ്റെ അനിയത്തി ഇഷ്ടമാണല്ലോടാ. അതെടാ ഇപ്പം എന്താ ചെയ്യടാ? നിനക്ക് ജസ്റ്റ് അവളെ കൂടെ മാരേജ് ചെയ്യടാ. എന്തുകൂടെ ചെയ്യാം? അവളൊരു ഗേളാണെന്ന് പറഞ്ഞാൽ അവളെനിക്ക് ഇഷ്ടമല്ലടാ. അവളെന്നെ മെറിറ്റാവുന്നു, അതുകൊണ്ട് അവളെ കൂടെ മാരേജ്. എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം വേണൂടാ. അവളെ കൂടെ ഡീറ്റെയിൽസ് കിട്ടിയാൽ എനിക്ക് മാരേജ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂടാ. പ്ലീസ് ഡാ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ശരിടാ, എൻ്റെ അനിയത്തി കൂടെ എന്നെ മാരേജ് ചെയ്യിപ്പിക്കുക. അങ്ങനെയായിട്ട് ജഹൂബ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് കാട്ടിയും കൊണ്ട് അങ്ങനെ മാരേജ് എടുക്കാൻ പോകുന്നത് എല്ലാം മടുത്ത്. അതുകൊണ്ട് ജിമ്മിന് ഇഷ്ടപ്പെട്ട ഗോൾ കൂടെ മാരേജ് അയച്ചത്. ഇതാണ് ജിമ്മിൻ പറഞ്ഞത്. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്ക്. അപ്പോൾ അതെ, അവർക്ക് ഹാപ്പി ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഗ്രാജുവേറ്റായി. ഇപ്പം ഹീറോയ്ക്ക് ഡെലിവറി പെയിൻ വരുന്നതായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജിമ്മിൻ. അങ്ങനെ ഹീറോയ്ക്കും ഹീറോയ്ക്കും ജിമ്മിനിക്ക് നല്ല ക്യൂട്ട് ബേബി ജനിച്ചു.